ഹീറോൻ്റെ ഭാഗത്തു നിന്നുള്ള ലേറ്റസ്റ്റ് ന്യൂസാണ്. ഹീറോൻ്റെ 200cc രണ്ട് ബൈക്ക് ഇപ്പോൾ ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ മോഡൽ ഹീറോൻ്റെ എക്സ്ട്രീം 200S എന്ന മോഡലാണ്. രണ്ടാമത്തെ മോഡൽ ഹീറോൻ്റെ എക്സ്പൾസ് 200T ആണ്. ഈ ഒരു ബൈക്ക് എന്തുകൊണ്ടാണ് ഹീറോ നിർത്തിയിട്ടുള്ളത്, ഈ ഒരു ബൈക്ക് എന്താണ് ഇന്ത്യയിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഹീറോൻ്റെ എക്സ്പൾസ് 200T എന്ന് തന്നെ തുടങ്ങാം. ഹീറോ ഇപ്പോൾ കൊണ്ടുവന്ന മോഡൽ ഒരു കമ്മ്യൂട്ടിംഗ് ടൂറിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്കാണെന്നാണ് ഹീറോ പറയുന്നത്. കറക്റ്റ് ഡേറ്റ് ശരിയാണെങ്കിൽ 2019 മെയ് 1 ഈ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സ്പൾസിൻ്റെ ഒപ്പരം നമ്മൾ നോർമൽ എക്സ്പൾസിൻ്റെ ഒപ്പരം തന്നെ ലോഞ്ച് ചെയ്ത മോഡലാണ് ഈ ഒരു എക്സ്പൾസ് 200T എന്ന് പറയുന്ന ബൈക്ക്. ഓഫ് റോഡ് ക്യാരക്ടറുള്ള എക്സ്പൾസ് ഇന്ത്യയിൽ നല്ലൊരു സെയിൽസുള്ള മോഡലും ഇത് സെയിൽസിൽ വൻ പിന്നിൽ നിൽക്കുന്ന ഒരു ബൈക്കായിട്ട് മാറി. ഇപ്പോൾ ഈ ഒരു ബൈക്ക് പരാജയപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്ന് വണ്ടീൻ്റെ ഡിസൈൻ തന്നെയാണ്. എക്സ്പൾസ് 200 ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും ആ ഒരു ബൈക്കിൻ്റെ ലുക്ക് കുറച്ച് പേർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു ADV ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ആ ഒരു ബൈക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു എക്സ്പൾസ് 200Tൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം വണ്ടീൻ്റെ ലുക്ക് അവർ എക്സ്പൾസിൻ്റെ ലുക്കാണെങ്കിലും ആ ഒരു ഫ്രണ്ടിൽ മഡ് ഫ്ലാപ്പ് വരുന്നില്ല, പിന്നെ ലോങ് ട്രാവൽ സസ്പെൻഷൻ അല്ല. ഡിസൈനാണ് ഈ ഒരു ബൈക്കിൻ്റെ സെയിൽസ് കുറയാനുള്ള ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ കാര്യം വണ്ടീൻ്റെ ഫീച്ചേഴ്സാണ്. ഇതൊരു 200cc ബൈക്കാണെങ്കിലും അത്ര വലിയ ഫീച്ചേഴ്സ് ഒന്നും വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. അടുത്ത കാര്യം ഈ ഒരു ബൈക്കിൻ്റെ സെഗ്മെൻ്റ് ആണ്. ഹീറോ പറയുന്നത് ഇതൊരു ടൂറിംഗ് ബൈക്കാണെന്നാണ്, കമ്മ്യൂട്ടിങ്ങിനും ടൂറിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇതൊരു ടൂറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മോഡലൊന്നുമല്ല. ഒരു ടൂറിംഗ് ബൈക്കിന് വേണ്ടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം വണ്ടീൻ്റെ എഞ്ചിൻ പെർഫോമൻസ് ആണ്. എക്സ്പൾസിൻ്റെ സെയിം എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് വരുന്നുണ്ടെങ്കിലും എക്സ്പൾസിന് ഓഫ് റോഡ് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇതൊരു പക്ക റോഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മോഡലാണ്, റോഡിൽ ടൂറിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഈ ഒരു പവർ ഒരിക്കലും ഈ ഒരു ബൈക്കിന് ഒരിക്കലും മാച്ച് ആവില്ല, ഒരു അണ്ടർ പവർ മോഡൽ തന്നെയാണ്. ഹീറോ കുറച്ച് മുമ്പ് വരെ ഈ ഒരു ബൈക്കിൻ്റെ സെയിൽസ് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ രണ്ടാമത് അവർ 4V ആക്കി ഇറക്കി. എന്നിട്ടും വണ്ടിക്ക് ഒരു സെയിൽസിൽ വലിയ അനക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ബൈക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. റോട്ടിലായാലും ഈ ഒരു ബൈക്കിന് അധികം കാണാറൊന്നുമില്ല, ആരും എടുക്കാത്ത മോഡൽ തന്നെയാണ് എക്സ്പൾസ് 200T എന്ന് പറയുന്ന ബൈക്ക്. ഹീറോയുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു 200cc ബൈക്ക് തന്നെയാണ് ഹീറോൻ്റെ എക്സ്പൾസ് 200T എന്ന് പറയുന്ന ബൈക്ക്. രണ്ടാമത്തെ ബൈക്ക് ഹീറോൻ്റെ ഒരു സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന എക്സ്ട്രീം 200S എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ 4V മോഡലാണ്. ഇത് ഹീറോൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പോർട്സ് ബൈക്കാണ്. ഒരു 200cc ഒരു സ്പോർട്സ് ബൈക്കാണ്. സംഭവം ശരിയാണ്, 200cc ഏറ്റവും വില കുറഞ്ഞ ബൈക്കാണ്, നല്ല മെയിൻ്റെനൻസ് ഒക്കെ കുറവാണ്. മാത്രമല്ല 200cc എല്ലാ ബൈക്കും നല്ല പെർഫോമൻസ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ മൈലേജ് കുറവാണ്. പക്ഷേ ഈ ഒരു ബൈക്കിന് നല്ല മൈലേജ് ഒക്കെ ഉണ്ട്. ഒരു 45 to 50 മുകളിലൊക്കെ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ മൈലേജ് മാത്രം പോരാ, വണ്ടീൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹീറോൻ്റെ സ്പോർട്സ് ബൈക്ക് കാറ്റഗറിയിൽ വരുന്ന ബൈക്ക് ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് ബൈക്കിന് ഏറ്റവും വേണ്ടുന്ന ടോപ്പ് എൻഡ് ആണ്. പക്ഷേ ഈ ഒരു ബൈക്കിന് ടോപ്പ് എൻഡ് ഒക്കെ വളരെ കുറവാണ്. 200cc എഞ്ചിൻ ആണെങ്കിലും ഒരു 180cc എഞ്ചിൻ്റെ ഒരു പവർ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം വണ്ടീൻ്റെ ഡിസൈനാണ്. 200cc തന്നെ ഏറ്റവും മോശം ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വണ്ടീൻ്റെ ഡിസൈൻ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. വണ്ടി റോട്ടിൽ നോക്കിയാൽ നമ്മൾ കാണാറൊന്നുമില്ല, ആരും അങ്ങനെ എടുക്കാറുമില്ല. ഈ ഒരു എക്സ്ട്രീം 200S 4Vയും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഹീറോൻ്റെ തന്നെ ഒരു ബൈക്ക് മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ 200cc ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് ഹീറോൻ്റെ എക്സ്പൾസ് 200 4V ആണ്. പഴയ മോഡലാണ്. ഇപ്പം നിലവിലുള്ള മോഡലാണെങ്കിലും അതിന് പഴയ മോഡലായിട്ട് മാറും. എക്സ്പൾസ് 210 വന്നു കഴിഞ്ഞാൽ പഴയ എക്സ്പൾസ് 4V മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഒറ്റ ബൈക്ക് മാത്രമാണ് 200cc ഇനി ഹീറോ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഹീറോൻ്റെ എക്സ്പൾസ് 210 മാത്രമായിരിക്കും. ഇനി അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 250cc ആണ്. ഹീറോൻ്റെ എക്സ്ട്രീം 250 മോഡലും കരീസ്മേൻ്റെ 250 മോഡലൊക്കെ വരാനുണ്ട്. ഇതുപോലുള്ള എല്ലാ മോട്ടോർ സൈക്കിൾ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്കിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.